ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയിരിക്കണം നല്ല അയില മീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അയില വെച്ചിട്ട് നല്ല തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്നാണ് കരുതിയേക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നല്ലോണം അരച്ചെടുത്തു കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെന്താ പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി. ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കണത്. അരച്ച് വെച്ച തേങ്ങയിലോട്ട് ചേർക്കാട്ടെല്ലാം. അത് കഴിഞ്ഞിട്ടൊന്ന് അതൊന്ന് തിളയ്ക്കട്ടെ. നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് ഓരോ മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. എനിക്ക് മുമ്പൊന്നും അങ്ങനെ ഇഷ്ടമേ ഉണ്ടായില്ല. മീൻ വറുത്തതൊക്കെ കഴിക്കുമായിരുന്നു, കറി എനിക്ക് ഇഷ്ടമുണ്ടായില്ല. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മീൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ഇടണമെന്ന് കേട്ടോ. തക്കാളി ഇടണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയിൽ. മീൻ കറിയിൽ തന്നെ എല്ലാ കറിയിലും എനിക്ക് തക്കാളി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറിവേപ്പിലയ്ക്ക് ഇവിടെ കുറച്ച് ക്ഷാമമാണ്. അവിടെ കറിവേപ്പില അത്ര ഉള്ളൂ കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടച്ച് വയ്ക്കും. തിളച്ചൊക്കെ വരുമ്പോഴേക്കും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയ്ക്ക് നല്ല മണമാണ്. പിന്നെ നമ്മൾ ഉള്ളി കാച്ചിട്ട് ഉള്ളി കാച്ചുമ്പോൾ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് വിളമ്പാം. ചോറും മീൻകറിയും പിന്നെ കൊത്തമര ഉപ്പേരി, കൂട്ടിന് പപ്പടം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.